വിദേശ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ആർ ബിന്ദു അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടു. ആ പ്രതികരണം കേൾക്കാം. അത് സംബന്ധിച്ച് ഫൈനലായി തീരുമാനത്തിലെത്തിയെന്നല്ല ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിന്റെ സാധ്യതകൾ ആരായും എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു ആഗോള അന്തരീക്ഷത്തിൽ അത്തരം ആലോചനകൾ നടത്തേണ്ടത് അനിവാര്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് വിദേശ സർവകലാശാലകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസമുള്ളത് എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അപ്പോൾ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്ന നയസമീപനങ്ങൾ തീർച്ചയായിട്ടും അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ തീർച്ചയായും സ്റ്റേറ്റിന്റെ ശ്രദ്ധാപൂർവമുള്ള ജാഗ്രതാപൂർവമുള്ള കരുതലോടുകൂടി തന്നെ കിട്ടാവുന്ന സാധ്യതകൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നുണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രഖ്യാപനം പോലെയാണ്. CPM നേരത്തെ UGC റെഗുലേഷൻ വന്നപ്പോൾ ശക്തമായി എതിർത്തതാണ്. ദേശീയ നേതൃത്വം, സംസ്ഥാന നേതൃത്വം പെട്ടെന്നൊരു നയമാറ്റം. ധനകാര്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ധനകാര്യപരമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അത്തരം സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുള്ളത്. അല്ലാതെ അതിന്റെ അന്തിമമായ തീരുമാനമായി എന്നുള്ള നിലയിലല്ല.